മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവം പുരോഗമിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരങ്ങളുടെ ഫലം പുറത്തുവരുമ്പോൾ 49 പോയിന്റോടെ സെന്റ് തെരേസാസ് കോളേജ് മുന്നിൽ നിൽക്കുന്നു. അനഘ വിവരങ്ങളുമായി ചേരുന്നു. അനഘ, തുടക്കത്തിലെ സെന്റ് തെരേസാസിന്റെ ഒരു മുന്നേറ്റമാണോ കാണുന്നത്? തീർച്ചയായും ഫിജി, അങ്ങനെ തന്നെ വേണം സൂചിപ്പിക്കുവാൻ. 2017 ശേഷം കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കാതെ വന്ന സെന്റ് തെരേസസിന് ഇത് തിരിച്ചുവരവിനുള്ള ഒരു പോരാട്ടമായിട്ടാണ് വിലയിരുത്തേണ്ടത്. തുടർച്ചയായ 5ാം കിരീടത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതേസമയം എസ് തേവര കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കലോത്സവം എന്ന് പറയണം. സെന്റ് തെരേസാസ് കോളേജും അതുപോലെ തന്നെ എസ് തേവരയും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം, ഒരു മത്സരം നടത്തുകയാണ്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ വർഷങ്ങളായി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കപ്പ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടമാണ് സെന്റ് തെരേസസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നതും. ഒരു വാശിയേറിയ പോരാട്ടം എന്ന് തന്നെ വേണം പറയുവാൻ. ഇന്ന് കലോത്സവം 3ാം ദിനത്തിലേക്ക്, എം ജി സർവകലാശാല കലോത്സവം ഇന്ന് 3ാം ദിനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 49 പോയിന്റോട് കൂടെ സെന്റ് തെരേസാസ് എറണാകുളം കോളേജ് ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 37 പോയിന്റോടെ എസ് തേവരയാണ് 2ാം സ്ഥാനത്ത്. 36 പോയിന്റുമായി മഹാരാജാസ് കോളേജ് ആണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരുപാട് മത്സരങ്ങളുടെ ഫലം ഇനിയും പുറത്തു വരാനുണ്ട്. അതേസമയം ഭരതനാട്യം ആൺകുട്ടികളുടെ ഭരതനാട്യ മത്സരത്തിന്റെ ഫലം, അതുപോലെ തന്നെ ഹിന്ദി കവിതാരചന, കാവ്യകേളി, മോണോ ആക്ട് തുടങ്ങിയ ഇന്നും ഇന്നലെയുമായി നടന്ന നിരവധി മത്സരങ്ങളുടെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പുതിയതായി വന്ന മത്സരഫലം ആൺകുട്ടികളുടെ ഭരതനാട്യ മത്സരഫലമാണ് ഏറ്റവും ആദ്യം പുറത്തു വന്നത്. ആനന്ദ് CS എന്ന വിദ്യാർത്ഥിക്കാണ് ഭരതനാട്യ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ശരി അനഘ.